നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 549 549. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 549. 38-ാം സർഗം യമളാർജുന ഭഞ്ജനവും സ്തുതിയും. ഭഗവാന്റെ ലീലാകാന്ഡം എന്നുള്ള ഭാഗമാണ് 38-ാമത്തെ സർഗത്തിൽ. അതിൽ 27-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. മേഘത്താൽ കതിരോൻ പോലെ പായലാൽ നീരുപോലവേ മൂടി നിന്നു വിളങ്ങും നിന്മേന്മ ആർക്കും അവർണ്യമാം. ആരുടെ? ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ പറ്റില്ല. മേഘത്താൽ കതിരോൻ പോലെ, സൂര്യപ്രകാശം വന്നാൽ മേഘം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മേഘം താൽക്കാലികമായിട്ട് സൂര്യനെ മറച്ചു എന്ന് വരാം. കുളവാഴ ജലാശയത്തിനെ മറച്ചു നിൽക്കുന്നത് പോലെ മൂടി നിന്ന് വിളങ്ങും നിന്മേന്മ ആർക്കും അവർണ്യമാം. ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇനി 28-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. എന്നാലും ഈ മട്ട് അഖില കല്യാണുഗണമാർന്നു നീ, അഖില കല്യാണ ഗുണമാർന്നു നീ. ഇതിനേക്കാൾ മംഗളദായകമായിട്ടൊരു ആളില്ല. ഈശ്വരൻ, സാക്ഷാൽ ശ്രീഹരി, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നാലും ഈ മട്ട് അഖില കല്യാണ ഗുണമാർന്നു നീ ലസിപ്പത് ഉലകിൻ ഭാഗ്യം അളവറ്റൊരു നിൻ കൃപ. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഒന്ന് മാത്രമാണ് ഇതൊക്കെ സാധ്യമായി തീരുന്നത്. വാക്കും വിചാരവും ഞങ്ങൾ ചെയ്യും സർവപ്രവൃത്തിയും നിൻ പാദപത്മ സൗരഭ്യം ഏറ്റു മിന്നേണം എപ്പോഴും. അവിടെ ഈ മിന്നേണം എന്നുള്ളത് ഇതേമാതിരി ഒമിറ്റായിട്ടുണ്ട്. അപ്പം ഇത് 113 കഴിഞ്ഞാൽ 114 ഒരു മിനിറ്റ്. 111 112 113 110 111 112 113 അത് പോരാ. 2 സ്ഥലത്ത് ഈ 105 വന്നിട്ട് ഇത് വന്നിട്ടുണ്ട്. എന്തോ ആവട്ടെ. അപ്പോൾ മിന്നും എന്നുള്ളത് പിന്നെയും വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ വാക്കും വിചാരവും ഞങ്ങൾ ചെയ്യും സർവപ്രവൃത്തിയും നിൻ പാദപത്മ സൗരഭ്യം ഏറ്റുമിന്നേണം എപ്പോഴും. അവിടേക്ക് എത്രയും പ്രീതി കലരും സജ്ജനങ്ങളെ കണ്ടു കൈകൂപ്പി നിന്നിടാനിടയാക്കിയിടണം പ്രഭോ. ഇതൊക്കെ എനിക്ക് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. എവിടൊക്കെ നമ്മൾ ഒരു കല്യാണത്തിന് പോയി നമ്മളെക്കാൾ യോഗ്യനായിട്ടൊരാളെ കാണുമ്പോൾ കൈ കൂപ്പണം. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു വയോധികൻ ഈർനോടുകൂടി കുളിച്ച് തൊഴാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നമസ്കരിക്കണം, അവരെ നമ്മൾ തൊഴണം, കൈയെടുത്ത് തൊഴണം. ഇങ്ങോട്ട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്. അപ്പോൾ അവിടേക്ക് എത്രയും പ്രീതി കലരും സജ്ജനങ്ങളെ കണ്ട് കൈകൂപ്പി നിന്നിടാനിടയാക്കിയിടണം പ്രഭു. കണ്ണും കാതും കരചരണമെന്നല്ല വാക്കും മനസ്സും നിൻ നേർക്കായി വിലസണം ഇനി തൊട്ട് വിശ്വൈക ബന്ധോ. മന്ദസ്മേരാനനമിതു മനക്കാമ്പിൽ മായാതെയെന്നും മിന്നേണം നീ മരതകമണിശ്യാമ കാരുണ്യമൂർത്തേ. എല്ലാ ശ്ലോകങ്ങളെ പോലെ അല്ല, അവസാനത്തെ ശ്ലോകം കുറച്ച് ഘനഗാംഭീരമായിട്ട് പറയും. അതുകൊണ്ടാണ് ഇവിടെ പറയണ്ടായി 32-ാമത്തെ ആണ് ശ്ലോകം അവസാനം. എന്നാൽ കൂടി കണ്ണും കാതും കരചരണമെന്നല്ല വാക്കും മനസ്സും നിൻ നേർക്കായേ വിലസണം ഇനി തൊട്ട്
വിശ്വൈക ബന്ധോ. ഭഗവാൻ ആരാ? വിശ്വൈക ബന്ധു. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ല. വിശ്വൈക ബന്ധു മന്ദസ്മേരാനനം യുതുമനക്കാമ്പിൽ മായാതയെന്നും മിന്നേണം നീ മരതക മണിശ്യാമ കാരുണ്യമൂർത്തേ. മികവഴും ഉരലിൽ കുടുങ്ങി മിന്നും മുകിലൊളി വർണ്ണനെ വാഴ്ത്തി നിന്ന് ഈ വണ്ണം അകലുഷമവരാജ്ഞ വാങ്ങി അകലും അകലുഷം അകലും മികവഴും ഉരലിൽ കുടുങ്ങി മിന്നും മുകിലൊളി വർണ്ണനെ വാഴ്ത്തി നിന്നേ വണ്ണം അകലുഷ പവരാജ്ഞവ ഒരു മിനിറ്റ്. അകലുഷം എന്ന് പറഞ്ഞാൽ കലുഷകമില്ലായ്മ എന്ന്. ഞാൻ ആകെ വെപ്രാളപ്പെട്ടിട്ട് വാക്ക് കിട്ടണ്ടേ. അകലുഷം എന്ന് പറഞ്ഞാൽ കലുഷം ഇല്ലാത്തത് എന്നർത്ഥം. കലുഷം എന്ന് പറഞ്ഞാൽ എന്താ? പാപം. കലുഷം എന്ന് പറഞ്ഞാൽ രൗദ്രമായ അവസ്ഥ. ഇതല്ല അകലുഷം എന്നാ. അകലുഷം അവരാജ്ഞ വാങ്ങി വൃന്ദാരകപുരി പോകി വിനീതരായി വിളങ്ങി. എൻ്റെ പൊന്നെ, ഞാൻ മലകി. അപ്പോൾ ആ 31, 32 ശ്ലോകം ഞാൻ ഒന്നുകൂടി പറയാം. കണ്ണും കാതും കരചരണമെന്നല്ല വാക്കും മനസ്സും നിന്നേർക്കായേ വിലസണം ഇനി തൊട്ട് വിശ്വൈക ബന്ധോ മന്ദസ്മേരാനനം ഇതുമനക്കാമ്പിൽ മായാതെയെന്നും മിന്നേണം നീ മരകത മണിശ്യാമ കാരുണ്യമൂർത്തേ. മികവഴും ഉരലിൽ കൂടിങ്ങി മിന്നും മുകിലൊളി വർണ്ണനെ വാഴ്ത്തി നിന്ന ഈ വണ്ണം അകലുഷം അവരാജ്ഞ വാങ്ങി വൃന്ദാരകപുരി പൂകി വിനീതരായി വിളങ്ങി. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ അഷ്ടാത്രിസംസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്നാണ് ഈ ഇതിലുള്ളത്. ഇനി അടുത്ത സർഗം കൂടിയും പറയാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ ഒരു മിസ്മാച്ചിങ് ഓഫ് വേർഡ്സ്. ഈ ലീലാകാണ്ഡത്തിൽ എത്ര പ്രാവശ്യം മിന്നി എന്നുള്ളത് ഞാൻ നോക്കി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 108 അവിടെ 109, പിന്നെ 110, 111, 112, 113. ഇവിടെ 113, ഇത് 114. പിന്നെ ഇതിങ്ങനെ 115, 116. അപ്പോൾ 2 സ്ഥലത്ത് വരുന്നുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ നമ്പർ 2 പ്രാവശ്യം വരണം. 108, 109 ആയി. 109, 110, 112, 113. ഇത് 114 ആവുമ്പോൾ 115, 116 എന്താവട്ടെ. അടുത്തത് 39-ാം സർഗം. 39-ാം സർഗം നന്ദൻ്റെ പരിഭ്രമവും സന്തോഷവും കോപവും മറ്റും. കാരണം ഭഗവാനെ കുറച്ച് നേരം കാണാതെ കണ്ടായാൽ നന്ദൻ്റെ പരിഭ്രമായി, കണ്ടു കിട്ടുമ്പോൾ സന്തോഷമായി, കോപം മറ്റും എക്സെട്ര. 1-ാമത്തെ ശ്ലോകം. മരങ്ങൾ വീണതായി കേട്ട് യശോദാദേവി സംഭ്രമം പൂണ്ട് അകക്കാമ്പിൽ ഈ വണ്ണം ഓർത്താൽ മെയ്വറയാർന്നവൾ. ഈ മരുതുമരങ്ങൾ അങ്ങോട്ട് വീണ ശബ്ദകോലാഹലം കേട്ടപ്പോൾ എൻ്റെ മകനെ ഞാൻ ഏതൊരു ദുർബുദ്ധി സമയത്താണ് ഉരലിൽ കെട്ടിയിടണം എന്ന് തോന്നിയത്, അതുകൊണ്ടല്ലേ ഈ വല്ലായ്മകളൊക്കെ വന്നത് എന്ന് അവരുടെ മനസ്സിലൊരു ഇച്ഛാഭംഗം. മരങ്ങൾ വീണതായി കേട്ടു യശോദാദേവി സംഭ്രമം പൂണ്ട് അകക്കാമ്പിലി വണ്ണം ഓർത്താൾ മെയ് വിറയാർന്നവൾ. കഷ്ടമേ ഞാൻ കുഞ്ഞിനെ കെട്ടിയിട്ടല്ലോ പോന്നത്, ഈ വിധം ആപത്തിനിടയും ഉണ്ടെന്നതോർമ്മ വന്നില്ലൊരു തിരി. എൻ്റെ മകനെ ശിക്ഷിക്കരുത് എന്ന് ഗർഗമഹർഷി പറഞ്ഞതൊക്കെ മറന്നിട്ടല്ല ഞാൻ ഈ ഒരു
പരിപാടി ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഉണ്ണിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ ഈശ്വര എന്നാണ് പറഞ്ഞത്. കഷ്ടമേ, ഞാൻ കുഞ്ഞിനെ കെട്ടിയിട്ടല്ലോ പോന്നത്, ഈ വിധം ആപത്തിനിടയുണ്ടെന്നതോർമ്മ വന്നില്ലൊരിത്തിരി. ഉരലും താൻ വലിച്ചും കൊണ്ടവൻ അങ്ങോട്ടു ചെല്ലുകിൽ, ഹാ ദൈവമേ വിചാരിപ്പാൻ വയ്യല്ലോ പരദേവതേ. ഈ പരദേവത എന്ന് പറഞ്ഞാൽ എന്താ? അതാത് ഗ്രാമത്തിന്, അതാത് വീട്ടുകാർക്കൊരു പരദേവത ഉണ്ടാവും. ആ പരദേവത അനുഗ്രഹം ആണ് ബാക്കി ഏതൊരു ദേവതകളും വലുത്. പരദേവതയെ സന്തോഷിപ്പിക്കാണ്ട് വേറൊരു ദേവതേനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പരദേവത, ഇഷ്ടദേവത, ഗ്രാമദേവത എന്നൊക്കെ പറയും. ഉരലും താൻ വലിച്ചും കൊണ്ടവൻ അങ്ങോട്ടു ചെല്ലുകിൽ, ഹാ ദൈവമേ വിചാരിപ്പാൻ വയ്യല്ലോ പരദേവതേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 1, 2, 3, 4 ശ്ലോകങ്ങൾ ഈ വിഭ്രാന്തിയാണ്. ദേവദേവാ ജഗന്നാഥ മഹാവിഷ്ണു നമിപ്പൂ ഞാൻ, കേടുപാടുകൾ കൂടാതെ എൻ കുഞ്ഞിനെ കാത്തുകൊള്ളണേ. ഇതാണ് ഏതൊരച്ഛനും അമ്മയ്ക്കും ഭജിക്കാൻ പറ്റിയൊരു ശ്ലോകമാണ്. ദേവദേവാ ജഗന്നാഥ മഹാവിഷ്ണു നമിപ്പൂ ഞാൻ, കേടുപാടുകൾ കൂടാതെ എൻ കുഞ്ഞിനെ കാത്തുകൊള്ളണേ. ത്രിപുരാന്തകനും രാമചന്ദ്രനും ഗണനാഥനും ഗുഹനും പൈതലിനൊപ്പം നിന്നു രക്ഷിച്ചിടേണമേ. ആരൊക്കെയാണ് പറഞ്ഞത്? ത്രിപുരാന്തകൻ സാക്ഷാൽ പരമശിവൻ, ശ്രീരാമചന്ദ്രസ്വാമി, മഹാഗണപതി, സുബ്രഹ്മണ്യൻ, ഗുഹൻ. പൈതലിനൊപ്പം നിന്നു രക്ഷിച്ചിടേണമേ. ഗുരുകാരണവന്മാരും കനിഞ്ഞോമലുണ്ണയെ കാത്തു രക്ഷിക്കണേ. കാർത്തിയായിനി എന്നില്ല, കാർത്തിയായിനിന്നേ ഉള്ളൂ. അത് നമുക്കൊക്കെ പറ്റുന്നൊരു തെറ്റാണ് കേട്ടോ. അപ്പോൾ കാത്യായനി മഹാമായ ചിലർ പ്രിൻറ്റിങ് പുസ്തകത്തിന് തെറ്റാന്ന് വെച്ചിട്ട് കാർത്തിയായനി എന്ന് എഴുതിയ ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗുരുകാരണവന്മാരും കനിഞ്ഞോമലുണ്ണിയെ കാത്തുരക്ഷിക്കണേ. കാത്യായനി കാരുണ്യശാലിനി ഹനുമാൻ അവൽ നൈവേദ്യം മറക്കാതിന്നു തന്നെ ഞാൻ ചെയ്തു കൊള്ളാം, ചിരിച്ചും കൊണ്ടൻ കുഞ്ഞോടി വരേണമേ. ഇതൊക്കെ താമരശ്ശേരിയുടെയാണ് കേട്ടോ. താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാരാണ് ഈ ശ്ലോകങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. വ്യാസർ ചെയ്യില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം ഞാൻ പറയാം. ഒരു പുരാണം പറയുമ്പോൾ ആ പുരാണദേവനെ മാസ്റ്റർ പീസായിട്ടാണ് വയ്ക്കുക. അപ്പോൾ ശിവപുരാണം വയ്ക്കുമ്പോൾ ശിവനെ പ്രകീർത്തിച്ചിട്ടാണ് പറയുക. ഇത് ഇദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയൊക്കെ പറയാൻ. അപ്പോൾ ഹനുമാൻ അവൽ നൈവേദ്യം മറക്കാതിന്നു തന്നെ ഞാൻ ചെയ്തു കൊള്ളാം, ചിരിച്ചും കൊണ്ടൻ കുഞ്ഞോടി വരേണമേ. ഈ വണ്ണം ഓർത്തുകൊണ്ട് ഉള്ളം നീറി പിന്നാലെ പോമവൾ മോഹാലസ്യപ്പെട്ടു വീണുപോയാൽ മൃദുലഗാത്രിയാൾ വഴിക്ക് ശബ്ദം കേട്ട വഴിക്ക് ഓടിപ്പോവുക. മോഹാത്സ്യപ്പെട്ട് വീണു. പുത്രശോകം എന്ന് വേണം പറയാൻ. ഈ വണ്ണം ഓർത്തുകൊണ്ടുള്ളം നീറി പിന്നാലെ പോം അവൾ മോഹാലസ്യപ്പെട്ടു വീണുപോയാൽ മൃദുലഗാത്രിയാൽ. ഒച്ച കേട്ടളവ് ഓടിയിടും നന്ദഗോപാദി സർവരും. ഒച്ച കേട്ട സ്ഥലത്തേക്ക് നന്ദഗോപരും മറ്റിങ്ങനെ വരിയായിട്ട് ഓടിപ്പോവുക. അപ്പോൾ ഒച്ച കേട്ടളവ് ഓടിയിടും നന്ദഗോപാദി സർവരും. ഇതെന്താശ്ചര്യമാം വല്ല ദൈത്യരും വന്നു ചെയ്തതോ. ഈ വൃക്ഷങ്ങളെ തള്ളിയിട്ടത് വല്ല രാക്ഷസന്മാരാണോ ആസുരീയ പ്രവൃത്തികളാണോ എന്നൊക്കെ അവരെ സംശയിച്ചു. ഒച്ച കേട്ടളവോടിയിടും നന്ദഗോപാദി സർവരും. ഇതെന്താശ്ചര്യമാം വല്ല ദൈത്യരും വന്നു ചെയ്തതോ എന്ന് ആകുലപ്പെട്ടു. 10ാമത്തെ ശ്ലോകം. പരിഭ്രമിച്ചു പാഞ്ഞോടി കിതച്ചെത്തിയടുക്കവേ നിറഞ്ഞ പച്ചിലച്ചാർത്തിൽ മറഞ്ഞ മുകിൽ വർണ്ണനെ. നീലമേഘശ്യാമവർണ്ണനാണ്, പച്ചിലകൾക്കുള്ളിൽ കാണുന്നില്ല ആളേനെ. പരിഭ്രമഞ്ഞു പാഞ്ഞോടി കിതച്ചെത്തിയൊടുക്കവേ നിറഞ്ഞ പച്ചിലച്ചാർത്തിൽ മറഞ്ഞ മുകിൽ വർണ്ണനെ. കാൺമീല എങ്ങും ഒരിടത്തും. അതിനാണ് പരിഭ്രമം ഉണ്ടായത്. കണ്ടു കിട്ടിയപ്പോഴോ സന്തോഷമായി. പിന്നെ യശോദമ്മ ആണ് ഇതിന് കാരണം എന്ന് പറഞ്ഞപ്പോഴോ കോപമായി. അതെല്ലാ പുരുഷന്മാർക്കും അങ്ങനെ. മനസ്സിലായില്ലേ?
അപ്പം കാൺമീല എങ്ങും ഒരിടത്തും വിറപൂണ്ടു സമസ്തരും ചോദിച്ചാൻ ഒച്ച പൊങ്ങാതെ മെല്ലെ ആ ഗോകുലാധിപൻ മെല്ലെ ഒച്ച പൊങ്ങാണ്ട്. എങ്ങനെ ഒച്ച പൊങ്ങുക? മകന് വല്ല ആപത്തും പറ്റിയെന്നല്ല ആലോചിക്കാം. അപ്പോൾ കാൺമീലയെങ്ങും ഒരിടത്തും വിറപൂണ്ടു സമസ്തരും ചോദിച്ചാൻ ഒച്ച പൊങ്ങാതെ മെല്ലെ ആ ഗോകുലാധിപൻ കിടാങ്ങളോട് കാർവർണ്ണനെങ്ങാണോ ഓതുവിനോടുന്നു. എൻ്റെ കുട്ടി എവിടെ കണ്ടുവോ? മെല്ലെ എൻ്റെ കുട്ടീനെ കണ്ടുവോ? കിടാങ്ങളോട് കാർവർണ്ണനെങ്ങാണോ ഓതുവിൻ ഒന്നുടൻ പൈതൽ ചൊല്ലിയൊട്ടൊട്ടു പൊൻകിങ്ങിണികിലുങ്ങവേ. ഇതിങ്ങനെ കണ്ട സമയം മൂപ്പര് കയ്യിലുള്ള വളയും കാലിലുള്ള തളയും അരയിലുള്ള കിങ്ങിണെന്ന് ശബ്ദിച്ചു. അപ്പോൾ കിടാങ്ങളോട് കാർവർണ്ണൻ എങ്ങാണോ ഓതുവിൻ ഒന്നുടൻ, പെട്ടെന്ന് പറയും, പൈതങ്ങൾ ചൊല്ലിയൊട്ടൊട്ടു പൊൻകിങ്ങിണികിലുങ്ങവേ അങ്ങോട്ടു നോക്കി ഓമൽ കൈവിരൽ ചൂണ്ടി മനോഹരം കേൾക്കുന്നീലേ കിലുങ്ങിടും പൊൻകിങ്ങിണികൾ തന്നുലി. ഇതാ നിൽക്കണു പച്ചലകൾക്കിടയിൽ ശബ്ദം കേൾക്കണില്ലേ? അങ്ങോട്ട് നോക്കി ഓമൽ കൈവിരൽ ചൂണ്ടി മനോഹരം കേൾക്കുന്നീലേ കിലുങ്ങിടും പൊൻകിങ്ങിണികൾ തന്നൊലി. അതാ കാണുമോ പച്ചിലകൾക്കിടയിൽ കൂടിയുണ്ണിയേ. പച്ചകൾക്കിടയിൽ അതാ നമ്മുടെ ഓമനക്കുട്ടനെ കാണണു. അമ്പാർന്നോടി പിടഞ്ഞെത്തി നന്ദഗോപാലൻ അങ്ങുടൻ. അമ്പാർന്ന് ഓടി പിടഞ്ഞ് എത്തി ഗോപാലൻ അങ്ങുടൻ ഇലയും ചില്ലയും നീക്കി കണ്ടാൻ കാർമുകിൽ വർണ്ണനെ. കൊമ്പിൽ തടഞ്ഞിടും മുരൽ വലിക്കും തൻ്റെ കുഞ്ഞിനെ. അപ്പോൾ മൂപ്പരുടെ വ്യായാമം മാറിയിട്ടില്ല. കൊമ്പിൽ തടഞ്ഞിടും ഉരൽ വലിക്കും തൻ കുഞ്ഞിനെ. കേടുപാടേതുമില്ലാതെ ചിരിക്കും കോമളാങ്കനെ. ഒരു കള്ളച്ചിരിയാണത്. കേടുപാടേതുമില്ലാതെ ചിരിക്കും കോമളാങ്കനെ. സന്തോഷവും അകക്കാമ്പിൽ കോപവും ഭക്തിഭാവവും. ഗർഗമുണിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സന്തോഷവും കണ്ടോലുള്ള സന്തോഷം, അകക്കാമ്പിൽ കോപവും ഭക്തിഭാവവും നിറഞ്ഞ് നന്ദഗോപാലൻ നിന്നുപോയി ഒരു തെല്ലിട അവിടെ സ്തബ്ധനായി നിന്നു. ഉണ്ണിക്കു ബലമുണ്ടെന്ന് സന്തോഷം കെട്ടിയിട്ടതിൽ കോപം. ഉണ്ണിക്ക് ബലമുണ്ടെന്നു സന്തോഷം കോമാം കെട്ടിയിട്ടതിൽ കോപം. യശോദമ്മയ്ക്കുള്ളൊരു കെട്ടിയിട്ടതിൽ കോപം. സർവേശ്വരൻ തന്നെ കാത്തതായി ഓർത്തു ഭക്തിയും. ഭഗവാൻ ശ്രീഹരി രക്ഷിച്ചതാ. ആരെ രക്ഷിച്ചു? ദൈവത്തിനല്ലേ അറിയുള്ളൂ. അപ്പോൾ ഉണ്ണിക്കു ബലമുണ്ടെന്നു സന്തോഷം കെട്ടിയിട്ടതിൽ കോപം. സർവേശ്വരൻ തന്നെ കാത്തതായോർത്തു ഭക്തിയും. ഉടൻ താൻ കെട്ടഴിച്ച് അച്ഛൻ അമ്പാർന്നൊന്നു ചിരിച്ചു. എഴുന്നേറ്റ് അരുളി ചെയ്താൻ അതിമഞ്ചു മൃദുസ്മിതൻ. അങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്നു രാവിലെ എന്നച്ഛനില്ലാഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ചെയ്തതാണ്. ഇനി എങ്ങെങ്ങും എന്നെ കൂടാതെ പോകല. മൈ ഗുഡ്നസ്, വാട്ട് എ സ്വീറ്റ് ഹാർട്ട് അല്ലേ. ഇന്ന് അച്ഛൻ പോയ തക്കത്തിൽ അമ്മ ഒപ്പിച്ച പണിയാണ്. നാളെ മുതൽക്ക് അച്ഛൻ എന്നെ കൂടാണ്ട് പുറത്ത് പോരുത്. ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു 8ാം ക്ലാസ് പഠിക്കാം. 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ എൻ്റെ വല്യമ്മയുടെ മകൻ വിവാഹം കഴിച്ച സ്ഥലത്ത് വേനച്ചേമ്പുണ്ടാക്കും പാടത്ത് ഗംഭീരമായിട്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ പാട്ടം പിരിക്കാൻ പോയിട്ടുണ്ട് പാലക്കാട്ടേക്ക്. അപ്പോൾ ഈ ചേമ്പുകൊണ്ട് ഗംഭീരമായിട്ടൊരു മോര് പാർന്ന കറി അടിച്ച് മിന്നിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ചില അസ്ഖ്യത, ചില പനി, കോൺസ്റ്റിപ്പേഷൻ. അച്ഛൻ വൈകുന്നേരം വന്നു, ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അമ്മ എനിക്ക് വേനച്ചേമ്പോണ്ടാണ് കറി വെച്ച് തന്നത് അച്ഛാ, അതുകൊണ്ടാണ് എനിക്ക് പനിയെന്ന്. ഞാൻ വെറുതെ അല്ല രാജഗോപാലിന് പേരിട്ടത്, ഒരു രക്ഷയില്ലേ. എന്തൊക്കെയാണ് ഒരു 65 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ഓർമ്മ. അതാണ് ഞാൻ പറയാൻ കാരണം. ഒരു രക്ഷയില്ലേ.
വെറുതെ അല്ല ശ്രീരംഗനാഥ ശർമ്മണേ നമ എന്ന് പറയണത്. കുറേ ആൾക്കാർ ഇത് ഏറ്റു പറയുന്നുണ്ട്, ആയിക്കോട്ടെ സാറില്ല മനസ്സിലേ. അപ്പോൾ ഇന്നു രാവിലെ എന്നച്ഛൻ ഇല്ലാഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ചെയ്തതാണ്, ഇനി എങ്ങെങ്ങും എന്നെ കൂടാതെ പോകല. ആനന്ദമാർന്നുടൻ നന്ദൻ എടുത്താൻ നളിനാക്ഷനെ. ഒരു അച്ഛന് ഇതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാവില്ല. തൻ്റെ മകൻ പറയാണ് അമ്മയേക്കാൾ എനിക്കിഷ്ടം അച്ഛനെയാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ, അല്ലേ? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ആനന്ദമാർന്നുടൻ നന്ദൻ എടുത്താൻ നളിനാക്ഷനെ താമരതളനയനനെ. ഗോപന്മാർ മാമരം വീണ കാരണം പലതോതവേ കിടാങ്ങളോതി കാർവർണ്ണൻ ആനയെന്നുര ചെയ്യുകയും. പലവരും പലതും പറയാൻ തുടങ്ങി. കാറ്റ് വീശി ഒന്നുമില്ല. ഇതാ ഈ ആനന്ദക്കുട്ടൻ ഉണ്ടല്ലോ ഒരാൾ, അയാൾ ഞാൻ ആനയാണ്, ഇതാ മരം വലിച്ചിട്ട് പോണു. കയ്യിലൊരു വടി യശോദമ്മ അടിക്കാൻ ഓങ്ങിയത് അദ്ദേഹം കൈ തന്നിട്ട് ഞങ്ങളോട് പറയാണ്, ഈ കൈ നിങ്ങളിങ്ങനെ അല്ല, നിങ്ങളുടെ കയ്യിൽ ഈ വടി വെച്ചോളൂ, നിങ്ങൾ എൻ്റെ പാപ്പാനാണ്, ഞാൻ ആനയാണ്. ഇതാ ഒരു കുട്ടിയാന മരം പിടിച്ച് വലിച്ചു പോണു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കുട്ടിയാനയ്ക്കിപ്പം മതം പൊട്ടും, നിങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നോളൻ, ഞാൻ ഈ ഒരലും വലിച്ച് പോകുമ്പോൾ ഇവിടെ ചിലതൊക്കെ വീഴും, നിങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ എന്ന് പറയുണ്ടായിന്ന്. അത് മാത്രമല്ല, ഈ മരങ്ങൾ പൊഴുങ്ങി വീണപ്പോൾ അതിൽ നിന്ന് രണ്ട് സുന്ദര രൂപമായിട്ട് ദേവവേഷം കെട്ടിയിട്ടുള്ള രണ്ടാൾക്കാരെ ഉണ്ണീനെ നമസ്കരിക്കണതും പ്രദക്ഷിണം വയ്ക്കണതും അഞ്ജലിബന്ധം ചെയ്തിട്ടും കുറേ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. അതൊന്നും ഞങ്ങൾക്ക് അത്ര മനസ്സിലായിട്ടില്ല. അതാണ് പറഞ്ഞത്. ആനന്ദമാർന്നുടൻ നന്ദൻ എടുത്താൻ നളിനാക്ഷനെ. ഗോപന്മാർ മാമരം വീണ കാരണം പലതോതവേ കിടാങ്ങളോതി കാർവർണ്ണൻ ആനയെന്നുര ചെയ്യുകയും മരങ്ങൾക്കിടയിൽ കൂടി ഉരലിട്ടു വലിക്കുകയും ഒപ്പം കഴിഞ്ഞു വൃക്ഷങ്ങൾ വീഴുകയും. കാര്യമിങ്ങനെ മരത്തിനുള്ളിൽ നിന്ന് ഏതോ രണ്ടാൾ വന്ന് ഈ മനോജ്ഞനെ നമസ്കരിപ്പതും നിങ്ങൾ വരും മുമ്പെങ്ങും കണ്ടതാം. ഇപ്പം ആരൊക്കെ ഇവിടെ വേഷം മാറി വന്നിട്ട് നന്ദഗോപരെ നിങ്ങളുടെ മകനെ നമസ്കരിക്കുന്നുണ്ട്, പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, ഇയാൾ ആരാ? മരങ്ങൾക്കിടയിൽ കൂടി ഉരലിട്ടു വലിക്കുകയും ഒപ്പം കഴിഞ്ഞു വൃക്ഷങ്ങൾ വീഴുകയും. കാര്യം ഇങ്ങനെ മരത്തിനുള്ളിൽ നിന്നേതോ രണ്ടാൾ വന്ന ഈ മനോജ്ഞനെ നമസ്കരിപ്പതും നിങ്ങൾ വരും മുമ്പ് ഞങ്ങൾ കണ്ടതാം. വിശ്വസിച്ചില്ല പലരും, ചിലർക്കുണ്ടായി സംശയം. വിശ്വസിച്ചില്ല പലരും, ചിലർക്കുണ്ടായി സംശയം. മോഹാലസ്യം തീർന്നു വന്ന യശോദയോടു നിർമ്മലൻ ഒട്ടുകോപിച്ചു കൊണ്ടോതി ഗോകുലാധിപനിങ്ങനെ. ഇത്രയും വലുതായി പോയോ നിനക്കൊരു തൈർക്കുടം? എൻ്റെ മകനേക്കാൾ വലുതാണോ യശോദമ്മേ നിനക്ക് തൈർക്കുടം? ആ തൈർക്കുടം പൊട്ടിച്ചതിന് നീ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? അപ്പം അയാൾ പറഞ്ഞു കേട്ടില്ലേ, എന്നെ കൂടെ നാളെ മുതൽക്ക് കൊണ്ടുപോകണം. ഇതൊക്കെ നമ്മൾക്ക് ഗുണപാഠങ്ങളാണ്. കുട്ടികൾ തെറ്റ് ചെയ്യും, അതിനെ അവരർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ. വലിയ ശിക്ഷകൾ കൊടുക്കരുത്. ചിലപ്പോൾ എണ്ണി പറയേണ്ടി വരും നമ്മൾക്ക്, അല്ലേ? കുട്ടികളെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയണ്ടായി, കുട്ടികളെ ലാളിക്കൂ പരിധി വരെ. പരിധി വിട്ട് ലാളിക്കണത് അവരറിയാൻ പാടില്ല. ഇപ്പോൾ ചില കുട്ടികൾ 14-ാമത്തെ വയസ്സിൽ ഐഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന് തൂങ്ങി മരിക്കണ കുട്ടികൾ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയിലും എന്ത് കാശുണ്ട് എന്നുള്ളത് കുട്ടികൾ അറിയരുത്. ഐഫോണൊക്കെ വാങ്ങാൻ കഴിവുണ്ടെന്ന് അറിഞ്ഞാൽ അവർ പലതും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ മട്ടിൽ ചെയ്തതല്ലോ നീ കഷ്ടം ഈ കൊച്ചു കുഞ്ഞിനെ ഉരുളിൽ കെട്ടിയിട്ടെൻ്റെ ഓമൽ തങ്കക്കിടാവിനെ. അപ്പം അവിടെയൊക്കെ എൻ്റെ കിടാവാണ്. യശോദമ്മയ്ക്ക് ഇതിലൊരു പങ്കുമില്ലാത്ത കൂട്ടത്തിൽ. നന്നായാൽ അല്ലേ, അങ്ങനെയൊക്കെയാണ് പറയുക. നന്നായ അച്ഛനും അമ്മയ്ക്കും, നന്നായ അച്ഛന് മോശമായ അമ്മയ്ക്ക്, അങ്ങനെയും പറയും ചിലവർ. ചുരന്ന മുലയേകിടാൻ വെമ്പി നിന്നമ്മ എങ്ങനെ ഇരുകൈ നീട്ടി നന്ദൻ്റെ മുമ്പാകെ കാത്തു നിൽക്കവേ. ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛനാൽ അവഹേളിക്കപ്പെട്ട് നിൽക്കുന്ന അമ്മ
സ്വന്തം സ്തന്യങ്ങൾ നൊരഞ്ഞു പതഞ്ഞ് മകനെ മുലകൂട്ടാൻ വെമ്പുന്ന അമ്മയുടെ മാതൃസ്നേഹം. ചുരന്ന മുലയെ കീടാൻ വെമ്പി നിന്നമ്മ അങ്ങനെ ഇരുകൈ നീട്ടി നന്ദൻ്റെ മുമ്പാകെ കാത്തു നിൽക്കവേ ശ്രീമുഖം ചെറ്റു വീർപ്പിച്ചു. മുഖം കെട്ടിപ്പിടിച്ചു പോരെ. ശ്രീമുഖം ചെറ്റു വീർപ്പിച്ചു കൊണ്ടുരച്ചു മനോഹരൻ. എനിക്കമ്മിഞ്ഞയെ വേണ്ട, നീ എന്നെ കെട്ടിയിട്ടിടും. അമ്മിഞ്ഞൊന്നും വേണ്ട, ഇനിയിപ്പോൾ കയ്യിൽ എൻ്റെ കയ്യിൽ കിട്ടി ഇനിയും കെട്ടിടാനാണോ? ചൊന്നാൽ യശോദ കണ്ണീരും പാൽ പുഞ്ചിരിയുമാർന്നവൾ. കരഞ്ഞും കൊണ്ട് സന്തോഷാശുക്ർ, അതിൻ്റെ കൂടെ പാൽ പുഞ്ചിരിയുമാർന്നവൾ. എന്നോ മനപ്പൊന്മകനെ പറയായിക ആ വിധത്തിൽ നീ. ഒരമ്മ ഒരു മകൻ്റെ കാല് പിടിക്കുകയാണല്ലേ. എന്നോമന പൊന്മകനെ പറയായക ആ വിധത്തിൽ നീ. ഒരു കാര്യം ഉറപ്പാണ്, ഒരു 8, 10, 12 വയസ്സിൽ ആണും പെണ്ണും അങ്ങനെയാണല്ലോ, നമ്മൾ ബോയ്സ് ആൻഡ് ഗേൾസ് ആണല്ലോ 8, 10, 12. ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തികഞ്ഞ പോലെയുള്ള മക്കളുണ്ടാവാതെ ഇരിക്കില്ല. ശാന്തസുന്ദരന്മാർ. സത്യമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും ഫ്യൂച്ചർ അവരവരുടെ കയ്യിലാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? കരുത്ത് ഇവിടുന്ന് കിട്ടുന്നത് ഇതിഹാസ പുരാണങ്ങളിൽ നിന്നാണ് കരുത്ത് കിട്ടുക, അല്ലാണ്ട് സോഷ്യൽ സ്റ്റഡീസും സയൻസും എന്നല്ല. ഇതൊരു പ്യുവർ സയൻസാണ്, വ്യക്തിഗത വികസനമാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പുരാണങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നോമന പൊന്മകനെ പറയുക ആ വിധത്തിൽ നീ. അമ്മയ്ക്ക് അത് ആദിയുണ്ടാക്കും മൂർത്തിയിടായകതു നീ ഇനി. അമ്മയ്ക്ക് ആദി ഉണ്ടാക്കും മോനെ. ഇനി നീ ഈ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അമ്മയ്ക്കത് ആദിയുണ്ടാക്കും മൂർത്തിയിടായകതു നീ ഇനി. ചിരിക്കൂ വേഗം എന്നോടൻ പൊന്മകനല്ലയോ. എന്നോട് ആ മുഖം ഇങ്ങനെ കയറ്റി വയ്ക്കാണ്ട് ഒന്ന് ചിരിക്കൂ, അമ്മയുടെ അടുത്തേക്ക് ഓടി വരൂ. ചിരിക്കൂ വേഗം എന്നോടൻ പൊന്മകനല്ലയോ. തെളിഞ്ഞു ദീനവത്സലൻ ഉൾത്തിങ്ങി വിലസുന്നവൻ. തെളിഞ്ഞു ദീനവാത്സല്യം. അമ്മയോടുള്ള അമ്മയുടെ ദീനതയിൽ വാത്സല്യം ഉണ്ടായി ഭഗവാന്. തെളിഞ്ഞു ദീനവാത്സല്യം ഉൾത്തിങ്ങി വിലസുന്നവൻ. കുളിർ പുഞ്ചിരിയാൽ നല്ലോർക്കുള്ളം പാലാഴിയാക്കുവോൻ. മൂപ്പറുടെ പണിയാണ്, ഒന്ന് ചിരിച്ചാൽ മതി പാലാഴിയായി. കുളിർ പുഞ്ചിരിയാൽ നല്ലോർക്ക് ഉള്ളം, നല്ലോർക്കുള്ളം പാലാഴിയാക്കുവോൻ. അമ്മതൻ മാറിലേക്ക് അമ്പാൽ ചാഞ്ഞാൻ ചാരുവിലോചനൻ. അച്ഛൻ്റെ ഒക്കത്ത് നിന്ന് അമ്മയുടെ മാറിലേക്ക് അള്ളിപ്പിടിച്ചു ഭഗവാൻ. അമ്മതൻ മാറിലേക്ക് അമ്പാൽ ചാഞ്ഞാൻ ചാരുവിലോചനൻ. ആനന്ദമാർന്നാൽ മഹിളാമണി അമ്മട്ടിലെത്രയും. വളരെ സന്തോഷമായി അമ്മയ്ക്ക്. അവസാനത്തെ ശ്ലോകം 34. പൂ പുഞ്ചിരി കൊഞ്ചൽ പൊഴിക്കും ഉണ്ണിക്കിടാവിനെ പൂണ്ടു വിളങ്ങി നിന്നാൾ യശോദ അന്നുച്ചയിലും പ്രശാന്തവാർ തിങ്കൾ പൂണും പുതുസന്ധ്യ പോലെ. പൂ പുഞ്ചിരി കൊഞ്ചൽ പൊഴിക്കും ഉണ്ണിക്കിടാവിനെ പൂണ്ട് വിളങ്ങി നിന്നാൾ. പൂണ്ട് വിളങ്ങി നിന്നാൾ എന്ന് പറഞ്ഞാൽ എടുത്ത് തലോടി വിളങ്ങി നിന്നാൽ. എപ്പോൾ? യശോദ അന്ന് ഉച്ചയിലും. ഇതൊരു ഉച്ച സമയത്താണേ. പ്രശാന്തവാർ തിങ്കൾ പൂണും പുതുസന്ധ്യ പോലെ. സന്ധ്യാസമയത്ത് ചന്ദ്രൻ ഉദിച്ച പോലെ ഉച്ചയ്ക്ക് യശോദ അമ്മ പുഞ്ചിരിച്ചു കൊണ്ട് ഭഗവാനെ എടുത്ത് നിൽക്കുന്ന ഒരു ഭംഗി നമ്മുടെ മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകോനചത്വാരി സംസർഗ
സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ ഒരു അച്ഛൻ, അമ്മ, മകൻ അല്ലേ, ആ ഒരു കോമ്പിനേഷൻ മനസ്സിലൊന്ന് ആലോചിച്ച് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആധിവ്യാധികളെ പുറന്തള്ളി ആനന്ദത്തെ, പരമാനന്ദത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആരാധിച്ച് ഒരു ബാലഭാവത്തിൽ ശ്രീകൃഷ്ണനെ ആരാധിച്ചു നോക്കൂ. ഏവർക്കും പോയ ആരോഗ്യവും ആയുസ്സുള്ളിടത്തോളം ആരോഗ്യകരമായിട്ട് ജീവിക്കാനും ആനന്ദഭരിതന്മാരായിട്ടിരിക്കാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.